വാസ്കുലർ ഡിമെൻഷ്യ തലച്ചോറിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. വാസ്കുലർ ഡിമെൻഷ്യ ഒരു ഓർമ്മക്കുറവുണ്ടായി, അതിനുശേഷം അല്പം ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടി, ആഴ്ചകളോ മാസങ്ങൾക്കോ ശേഷം വീണ്ടും ഒരു രക്തോട്ടക്കുറവ് വരുമ്പോൾ ഒരു പടി കൂടെ താഴേക്ക് വരുന്നു. അങ്ങനെ ഒരു സ്റ്റെപ്പ് ലാഡർ പാറ്റേൺ പോലെ ക്രമേണ മുന്നോട്ട് വഷളായി വരുന്ന രീതിയാണ് വാസ്കുലർ ഡിമെൻഷ്യ. ഡിമെൻഷ്യ ഉള്ള രോഗികൾക്ക് ഇത് വഷളാവുന്നത് തടയാൻ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി വാസ്കുലർ ഡിമെൻഷ്യ പേഷ്യൻസിന് വളരെയധികം പ്രയോജനം ചെയ്യുന്നതായി സമീപകാലത്തിലുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കൂടുതൽ പ്രഷറിൽ ഓക്സിജൻ കൊടുത്ത് പേഷ്യൻറ്റിനെ ചികിത്സിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി. നമ്മളൊരു 20 to 30 സെഷൻസ് ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി എടുത്ത പേഷ്യൻസിൽ, അതായത് വാസ്കുലർ ഡിമെൻഷ്യൽ പേഷ്യൻസിൽ കണ്ടിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ഇമ്മൻസ് റിസൾട്ടാണ്. അതായത് രോഗിക്ക് നല്ല റിസൾട്ട്, മെമ്മറി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഗെയിം ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്.